തിരിച്ചു വരാം. ദിവ്യ പറയുന്ന ഈ കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താവും? അവർ ഈ പുതിയ ലോകത്ത് അവരിങ്ങനെ പകച്ചു നിന്നു പോകില്ല. എന്താണ് നിങ്ങളുടെ ആശങ്ക? പകച്ചു നിന്ന് പോകത്തില്ല. കാരണം രക്ഷിതാവ് സ്വപ്നം കാണുന്നത് പോലെയല്ല ഇപ്പോഴുള്ള കുട്ടികൾ പോകുന്നത്. അവർക്ക് അവരുടേതായ ഒരു എയിം ഉണ്ട്, അതിലേക്ക് എത്തണം. അതെങ്ങനെയാ നിങ്ങൾ റീച്ച് ചെയ്യുന്നത്? നിങ്ങൾ അതിന്റെ ഒരു നിങ്ങളുടെ ചിന്ത എങ്ങനെയാ അത് പോകുന്നത്? എങ്ങനെയാ നിങ്ങൾ അത് വായിക്കുന്നത്? ഇല്ല, ഞാൻ ഇപ്പൊ എൻ്റെ മോളുടെ അടുത്താണെങ്കിൽ ഞാൻ അവളെ കൂടെ ഒരു ഫ്രണ്ടായിട്ടാണ് ഇടപെടുന്നത്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സകല കാര്യം, സ്കൂളിൽ നിന്ന് ഗേറ്റിന് അങ്ങോട്ട് പോയി തിരിച്ചിറങ്ങുന്നവരുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും ടീച്ചറിന്റെ കാര്യമാണെങ്കിലും സിലബസ് ആണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ സിലബസ് അമ്മ ഇതിനെക്കാട്ടി പഠിപ്പിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സ്കൂളിൽ ടീച്ചർ വന്നാൽ നമ്മളെടുത്ത് ടെസ്റ്റ് എടുത്ത് വായിക്കാൻ പറയും. ആ ടെസ്റ്റ് എടുത്ത് നമുക്ക് വീട്ടിൽ നിന്ന് വായിച്ചാൽ പോരെ, എന്തിനാ സ്കൂളിൽ പോകേണ്ട ആവശ്യം? ആ ടെസ്റ്റ് വായിക്കുന്നു, ടെസ്റ്റിലത് അതേപോലെ പറഞ്ഞു കൊടുക്കുന്നു, അവർ വീട്ടിൽ വന്നിരുന്ന് എഴുതുന്നു. അപ്പോൾ അവർക്ക് പഠിക്കാൻ സമയമില്ല. നോട്ട്സ് എല്ലാം അവർ സ്വന്തമായിട്ടാണ് എഴുതുന്നത്. സ്കൂളിൽ നിന്ന് അവർക്ക് നോട്ട്സ് കൊടുക്കുന്നില്ല. ടെസ്റ്റ് വായിക്കാൻ ടീച്ചർ വായിച്ചു കൊടുക്കുന്നു, അങ്ങ് വിടുന്നു. ഇത്ര മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവർ ചോദിക്കുന്ന ഇതാണ്, നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ, വീട്ടിലിരുന്ന് വായിച്ചാൽ പോലെ, എന്തിനാ സ്കൂളിൽ പോകേണ്ട ആവശ്യം? ആൻസർ ChatGPT നോക്കുന്നു, അതിന് ആൻസർ ചെയ്യുന്നു. അവർക്ക് ആർക്കും ഇവിടെ ഇതിന് ശേഷം +2 കഴിഞ്ഞതിന് ശേഷം ഇവിടെ കേരളത്തിൽ നിന്ന് പഠിക്കണം എന്ന് അവർക്ക് ആർക്കും ഒരു ആഗ്രഹമില്ല. അവരിപ്പോഴേ പറയുന്നത് കൊറിയയിൽ പോകണം എന്നാണ്. കൊറിയയിൽ പോകണം. പല വിദേശ രാജ്യങ്ങളാണ് അവർ ചൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുത്തെ ഒരു രീതിയും നല്ലതല്ലാത്തത് കൊണ്ടാണ്. മാറേണ്ടിയിരിക്കുന്നു. ഒരുപാട്